മറയിലെ ഇരട്ടക്കൊലക്കേസ് പ്രതിയെ തിരഞ്ഞ് ആ നാടാകെ ഇപ്പോൾ കാട് കയറിയിരിക്കുകയാണ്. അവിടെയുള്ള ഒരു കുന്നിൻ പ്രദേശമാകെ അരിച്ചു പെറുക്കുകയാണ് ആ നാട്ടുകാർ. കാരണം അല്പസമയം മുമ്പ് 3 യുവാക്കൾ അവരൊരു വീടിന് സമീപത്ത് വെച്ച് ചെന്താമരയിൽ സംശയിക്കുന്ന തരത്തിൽ ഒരാളെ കണ്ടു. അയാളോട് വിളിച്ചപ്പോൾ അയാൾ മുഖം നൽകാതെ ഓടി മറഞ്ഞു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരച്ചിൽ ആ പ്രദേശത്ത് നടക്കുന്നത്. പോലീസോ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ ഒന്നും ഈ തെരച്ചിലിനൊപ്പമില്ല. ആ നാട്ടുകാർ സ്വമേധയായി ഇറങ്ങി തിരിച്ചൊരു തെരച്ചിലാണ്. കാരണം അവർക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം തൊട്ട് മുമ്പാണ് പുഷ്പയുടെ വാക്കുകൾ 4 പേരെ കൊലപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പലരോടും പറഞ്ഞു നടന്ന ചെന്താമര ഇന്ന് 2 പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു. ഇനി ആരെങ്കിലും ഈ ചെന്താമരയുടെ കൈപ്പിടിയിലാകുമോ എന്നൊരു ഭയമാണ് ആ നാട്ടുകാർക്കുള്ളത്. ആ ഭയത്തിൽ നിന്നാണ് ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ അവർ ഈ പാതിരാത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. സൂരജ്, ഈ സംഘത്തിന്റെ തിരച്ചിൽ ഏതാണ്ട് ആ മല കവർ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാമോ? എത്ര നേരമായി ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട്? ഈ പ്രദേശം കടന്നാൽ അയാൾക്ക് പുറത്തേക്ക് മറ്റേതെങ്കിലും വാഹനങ്ങളൊക്കെ ലഭിക്കുന്ന ഇടത്തേക്കൊക്കെ ചെല്ലാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? ഗൂഗിൾ, ഒരു 10:30 ഈ തെരച്ചിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വല്ലാതെ ഈ മലയിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നത്. സുധാകരന്റെ വീട് കഴിഞ്ഞാൽ വീടിന് പുറകുവശം ഒരു വയലാണ്. ഈ വയലിനപ്പുറത്തെ മലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് ഓടിയെത്തുന്നത്. പിന്നീട് നമ്മളും ഈ തെരച്ചിലിന്റെ ഭാഗമാവുകയായിരുന്നു. ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് അതിനല്പം മുമ്പ്, അതായത് ഒരു 10:15 ഈ ധനേഷ് എന്ന് പറയുന്ന വ്യക്തി പണി തീരാത്ത ഒരു വീടിന് മുന്നിൽ ഒരാളെ സംശയാസ്പദമായി കാണുന്നതെന്നുള്ളതാണ് പറയുന്നത്. സുധാകരൻ തന്നെയാണ് എന്നുള്ള ഒരു സംശയമായി, ഈ പ്രതി ചെന്താമര തന്നെയാണ് എന്നൊരു സംശയമായിരുന്നു ഈ നാട്ടുകാർക്കുണ്ടായിരുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് ആ ആള് മാറുകയും ചെയ്തു. അതാണ് ഈ വ്യാപകമായ ഒരു തെരച്ചിലിലേക്ക് നാട്ടുകാരെ കൊണ്ടുപോയത്. അത് ഒരാളല്ല കണ്ടത്. ഈ ധനേഷ് എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ കൂടി ഇയാളെ കാണുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയും ഈ പ്രതി ഈ സുജാത എന്ന് പറയുന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയിട്ട്, അതായത് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതിന് ശേഷം 5 ദിവസത്തോളം ഈ ഉൾവനത്തിൽ ഒളിവിൽ കഴിയുകയും ചെയ്തു. അന്നെല്ലാം തന്നെ ഈ ഉൾവനത്തിൽ പകൽ സമയം മുഴുവൻ ചിലവഴിക്കുക, രാത്രി ഈ സുധാകരന്റെ തറവാട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ബിനേഷ് ബാബുരാജ് ഒന്ന് വലത്തുവശത്തേക്ക് ക്യാമറ പാൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് കിടക്കുന്ന സ്ഥലം, അവിടെയാണ് ഈ സുധാകരന്റെ തറവാട്ട് വീടുള്ളത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ തറവാട്ട് വീടുള്ളത്, ആ ലൈറ്റ് കിടക്കുന്ന ആ ഭാഗത്താണ് തറവാട്ട് വീടുള്ളത്. നമ്മുടെ ആ ലൈറ്റിന് വലതുവശത്താണ് ഈ വലിയ കുന്നുള്ളത്. അവിടെ നിന്ന് സുധാകരൻ ഈ ചെന്താമര സ്വാഭാവികമായും ഈ വീട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ചെന്താമര അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് ഉൾപ്പെടെ ഈ വീടിന് കാവലേർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സുധാകരന്റെയും ചെന്താമരയുടെയും വീടിന് കാവലേർപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് നാട്ടുകാരെ സംബന്ധിച്ച് ഇങ്ങനൊരു സംശയം രൂപപ്പെടുന്നത്. അതോടുകൂടിയാണ് ഈ കാടിളക്കിയൊക്കെ ഉള്ള ഒരു പരിശോധന എന്ന് പറയാവുന്ന തരത്തിലേക്ക് നാട്ടുകാർ മാറുന്നത്. ഒരു 100-നടുത്ത ആളുകൾ വിവിധ കോണുകളിൽ ഈ ടോർച്ചുമായെത്തി ഈ പ്രതിക്കായുള്ള തിരച്ചിൽ നടത്തുന്നു. അതിൽ നിർണായകമായത് ഒരു ആളൊഴിഞ്ഞ പണിതീരാത്ത വീടിന് പുറകിൽ ഒരാളെ കണ്ടുവെന്ന സംശയമാണ്. ഇപ്പോഴും ഈ മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും ഈ മേഖലയിൽ ആകെ തിരച്ചിൽ നടത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഗൂഗിൾ. കാരണം ഇത് ഈ സ്ഥലത്തിന് പരിചയമുള്ള ഒരാൾക്ക്, സ്ഥലത്തെക്കുറിച്ച് പരിചയമുള്ള ഒരാൾക്ക് രാത്രി ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒളിത്താവളമായി ഇത് മാറുകയാണ് ഗൂഗിൾ. തീർച്ചയായും സൂരജ്, ആ നരാധമൻ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നതാണ് നാട്ടുകാരുടെ ആശങ്കയാണ്. ആശങ്കയിൽ നിന്നാണ് അവർ ഇങ്ങനെ കയ്യിൽ കിട്ടിയൊരു വടിയുമായി ഇത്ര ക്രൂരനായ ഒരു കൊലപാതകയെ തിരഞ്ഞിറങ്ങിയത്. കാരണം അയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും ആളുകളുണ്ട്. അയാൾ പലരോടും 4 പേരെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിലെ ആശങ്കയും ഭയമെല്ലാമാണ് പുഷ്പയുടെ വാക്കുകൾ പോലും നമ്മൾ അല്പം മുമ്പ് കേട്ടത്. ഏതായാലും നെന്മാറ പ്രദേശത്ത് യുവാക്കൾ, ആ നാട്ടുകാർ ഈ രാത്രി ഉറങ്ങാതെ ഈ ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്.